34 സങ്കീർത്തനത്തിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ. കർത്താവിങ്കിലേക്ക് നോക്കുന്ന ഒരു വ്യക്തി പോലും ലജ്ജിതരായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ നോട്ടം എപ്പോഴും എവിടെയായിരിക്കണം? കർത്താവിങ്കിലേക്കായിരിക്കണം. ഹല്ലേലൂയ. ഭാരങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും കഷ്ടങ്ങളും തീച്ചൂളകളും ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും ഭാരങ്ങളും നമ്മൾക്ക് കടന്നു വരും. കാരണം എന്താ? മുമ്പേ നമ്മൾ കേട്ടല്ലോ, നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്പെഷ്യലായിട്ടുള്ളവരാ. അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അവൻ വേർപെട്ട് ആരാധിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കർത്താവിൻ്റെ മക്കളെന്ന് പറയുന്നതിലുപരി പ്രിയ മക്കളാണ്. അപ്പം നമുക്കെപ്പോഴും കഷ്ടങ്ങളും ഭാരങ്ങളും വരും. നോക്കുവാൻ ഒരിടം മാത്രമേ ഉള്ളൂ. എവിടാ? കർത്താവിങ്കലേക്ക് മാത്രം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ വായിച്ചത് കർത്താവിങ്കലേക്ക് നോക്കിയവരാരും ലജ്ജിതരായിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. പിന്നെയോ അവരുടെ മുഖം പ്രകാശിതമായി. ഹല്ലേലൂയ. എത്ര ഭാരങ്ങൾ വന്നാലും ക്ലേശങ്ങൾ വന്നാലും തീച്ചൂളകൾ വന്നാലും ജയിലറയാണെങ്കിലും ഹല്ലേലൂയ, അവൻ അവിടെ കിടന്നുകൊണ്ടും നമുക്ക് നോക്കുവാൻ ഒരിടമുണ്ട്, കർത്താവിങ്കൽ, കർത്താവിൻ്റെ മുഖം. കാരണം എന്താണ്? അവൻ മരണത്തെ ജയിച്ച് അവൻ ഉയർത്തെഴുന്നേറ്റ് ജയവീരനായി ഇന്ന് പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ആടുകളുടെ വലിയ ഇടയൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മളുടെ എല്ലാ നോട്ടം എവിടെ ആയിരിക്കണം? കർത്താവിങ്കിലേക്കായിരിക്കണം. മാതാവ് പറഞ്ഞതുപോലെ ഒരുപാട് കഷ്ടങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. നോക്കുമ്പോൾ ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഡയറക്ടറും കുടുംബവും അമ്മച്ചി മോനൊക്കെ കടന്നു വന്നിരിക്കുന്നു. പക്ഷേ ദിനം പ്രതി ഹല്ലേലൂയ, ആമേൻ, പോർക്കളം മേട്ടില, തീച്ചൂളയുടെ നടുവില, ഹല്ലേലൂയ. എങ്കിലും ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം കർത്താവിൻ്റെ ദാസൻ ഇവിടെ പറഞ്ഞ മുള്ളുകൾക്കിടയിൽ ആമേനെ വളരുന്ന താമര പോലെ, അല്ലെങ്കിൽ മുൾച്ചെടിയുടെ നടുവിൽ വളരുന്ന നല്ല റോസാപുഷ്പം പോലെ ആമേൻ. ഈ മുള്ളുകൾക്കിടെ എപ്പോഴും മുള്ളിൻ്റെ അവസ്ഥയാണ്. അപ്പുറത്തും മുള്ള് ഇപ്പുറത്തും മുള്ള്. ആമേൻ. ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരിൽ നിന്നും മുള്ള്. ഹല്ലേലൂയ. രക്തബന്ധങ്ങളിൽ നിന്നും മുള്ളിൻ്റെ അവസ്ഥ. കാരണം ചെറിയ മുള്ളല്ല, കട്ടകാരമുള്ളു പോലെ, കാരിരുമ്പ് പോലെ തറച്ചു കൊള്ളുന്നതായ ദുർവർത്തമാനങ്ങളും പ്രവൃത്തികളും നമുക്കെതിരെ കടന്നു വരുമ്പോൾ അപ്പോഴും നമുക്ക് നോക്കുവാൻ ഒരിടമുണ്ട്, കർത്താവിൻ്റെ മുഖം. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയിട്ടുമില്ല. 121-ാം സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ഫസ്റ്റ് ആമേൻ വാക്യം എന്താണ്? ഒരു ക്വസ്റ്റ്യനാ. അതിൻ്റെ ആൻസർ 2-ാമത്തെ ഭാഗത്ത് സങ്കീർത്തനക്കാരൻ പറയുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. അപ്പം നമുക്ക് സഹായം വരുന്ന പർവ്വതം ഹല്ലേലൂയ കർത്താവിൻ്റെ പർവ്വതമാ. ഹല്ലേലൂയ. അവിടെ നിന്ന് മാത്രമാണ് നമുക്ക് സഹായം. പ്രൈസ് ദി ലോർഡ്. ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നതാ. ഒന്നും പറയാൻ സമയമില്ല. ഇനി ഒരു അവസരം ആമേൻ സ്പെഷ്യലായിട്ട് ഞങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങളുടെ സാക്ഷ്യം പറയാം. 1, 2, 3, 4 ദിവസം കൊണ്ട് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ തീരുന്നതല്ല. അത്രമാത്രം വളരെ ചെറിയ പ്രായത്തിൽ കർത്താവ് വേലയ്ക്ക് വിളിച്ചിറക്കി. അന്നൊന്നും അറിയത്തില്ല, ഒന്നും അറിയില്ല, എല്ലാം പഠിപ്പിച്ചത് കർത്താവാ. ഞാൻ പലയിടത്ത് കടന്നു ചെല്ലുമ്പോഴും മിനിസ്ട്രി സംബന്ധിച്ചും ദൈവവചന ശുശ്രൂഷയ്ക്കൊക്കെ അനേകർ വിളിക്കുമ്പോൾ ഞാൻ കടന്നു പോകുമ്പോൾ പറയും, ഒന്നും പഠിച്ചിട്ടല്ല ഇറങ്ങിയത്, കർത്താവാണ് അധ്യാപകൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് തന്നെ വിളിച്ചു, കർത്താവ് തന്നെ ഇറക്കി, കർത്താവ് തന്നെ എല്ലാം പഠിപ്പിച്ചു, കർത്താവ് ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് മാത്രമാ ഗുരു. ഹല്ലേലൂയ. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ പതറിപ്പോകത്തില്ല. കാരണം നമ്മുടെ നോട്ടം എവിടാ? സർവശക്തിയിലേക്ക് മാത്രമാ. ആ നോട്ടം ഒരിക്കലും തെറ്റിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം, ഹല്ലേലൂയ, കർത്താവ് പത്രോസിനെ വിളിച്ചു കടലിൻ്റെ നടുവിലൂടെ നടക്കാൻ, അല്ലേ? നോട്ടം അല്പം തെറ്റിയപ്പോൾ ആമേൻ പത്രോസ് വെള്ളത്തിൽ താഴുവാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ നോട്ടം പ്രിയപ്പെട്ടവരെ തെറ്റിപ്പോകരുത്. നമ്മുടെ നോട്ടം എപ്പോഴും കർത്താവിങ്കിലേക്കാകണം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ.
മിസ്രൈമിൽ നിന്ന് അബ്രഹാമിനെയും ആമേൻ സ്തോത്രം കുടുംബത്തെയും വിളിച്ചിറക്കിക്കൊണ്ട് പോന്നു. ലോത്ത് നമ്മൾ വായിക്കുന്നു നീരോട്ടമുള്ള പ്രദേശമെല്ലാം തെരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അബ്രഹാം അന്നേരമൊക്കെ നിശബ്ദമായിരുന്നു. കാരണം ആമേൻ ലോത്ത് അബ്രഹാമിനെ വിട്ടങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോൾ ആമേൻ ദൈവം അബ്രഹാമിനോട് സംസാരിച്ചു. അബ്രഹാമേ, നീ നിൽക്കുന്ന ആ ഇടത്തു നിന്നും നീ തല പൊക്കി നോക്കി. എങ്ങനെയൊക്കെ നോക്കണം? നീ കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും തെക്കോട്ടും വടക്കോട്ടും നോക്കുക. പ്രൈസ് ദി ലോർഡ്. എങ്ങനെയാ? തല പൊക്കി നോക്കണം. അവൻ നീ കാണുന്ന ദേശമെല്ലാം ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും അവകാശമാക്കി തരും. പ്രൈസ് ദി ലോർഡ്. അതാണ് നോട്ടത്തിൻ്റെ പ്രത്യേകത. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, പലവിധമാകുന്ന ഭാരത്താലും ക്ലേശത്താലും ആയിരിക്കാം നിങ്ങളിന്ന് കടന്നു വന്നത്. എന്നാൽ ഹല്ലേലൂയ, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. എളിയവൻ്റെ നിലവിളിക്ക് കാത് കൂർപ്പിച്ച് കേൾക്കുന്ന ദൈവം ആമേൻ എരിഹോമിൻ്റെ ആ തെരുവീതിയിൽ ഇരുന്നു കൊണ്ട് കരഞ്ഞു അല്ലേ? ആരാ? ബർത്തിമായി, തിമായിയുടെ മകനായി ബർത്തിമായി ആമേൻ നിലവിളിച്ചു ഏറ്റവും ഉച്ചത്തിൽ. എല്ലാവരും അവനെ തടുത്തു. ആമേൻ മിണ്ടാതിരിക്കെ, അടങ്ങിയിരിക്കെ. എന്നാൽ അതൊന്നും കേട്ടില്ല. അവൻ്റെ ഹല്ലേലൂയ കുടുംബ പേര് ചൊല്ലി ആമേൻ സ്തോത്രം തായ്വേര് ചൊല്ലി വിളിച്ചു. ഹല്ലേലൂയ. യേശുവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമേ. പ്രൈസ് ദി ലോർഡ്. യേശു ആ വിളിക്ക് മുൻപിൽ നിന്നു. ഹല്ലേലൂയ. അവൻ്റെ നിലവിളിക്ക് മുൻപിൽ യേശു നിന്നു. ശിഷ്യന്മാരൊക്കെ ഒരു പക്ഷേ അവനെ ഒത്തിരി തടസ്സപ്പെടുത്തി കാണും. നീ മിണ്ടാതിരിക്കെ. കാരണം കർത്താവ് എപ്പം പോയാലും ഒരു വലിയ ജനക്കൂട്ടത്തിൻ്റെ മധ്യയാണ് കടന്നു വരുന്നത്. ആമേൻ. ഈ ജനക്കൂട്ടം തിക്കി തിരക്കി എരിഹോമിൻ്റെ ആ ഹല്ലേലൂയ ആ തെരുവീഥിയിലൂടെ കടന്നു വരുമ്പോൾ അകലേന്ന് കർത്താവ് വരുന്ന ആരവാരം കേട്ടിട്ട് ബർത്തിമായി അവന് കണ്ണു കാണത്തില്ല. പക്ഷെങ്കിൽ അവൻ ഒന്നറിയാം, നസ്രയനായ കർത്താവ് വിടുതലിൻ്റെ ദൈവമാ. അവനൊരു വാക്ക് കൽപ്പിച്ചാൽ വിടുതലാ, അവനൊന്ന് തൊട്ടാൽ സൗഖ്യമാ. ഹല്ലേലൂയ. ഇത് ശരിക്കും അറിയാവുന്ന ബർത്തിമായി അവിടെ നിന്ന് നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, കരുണ തോന്നണമേ. യേശു അവൻ്റെ നിലവിളിക്ക് മുൻപിൽ നിന്നു. ബർത്തിമായേ, നിനക്കെന്ത് വേണം? റബ്ബൂനി, എനിക്ക് കാഴ്ച പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. ക്ഷണത്തിൽ അവന് കാഴ്ച പ്രാപിച്ചു. ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ നോട്ടം കർത്താവിങ്കിലായിരിക്കണം. നമ്മളുടെ നിലവിളി കർത്താവിനോടായിരിക്കണം. ആമേൻ. നമ്മുടെ നോട്ടം കർത്താവിങ്കിലാവുമ്പോൾ നമ്മുടെ മുഖം പ്രകാശിതമാകും. നമ്മുടെ സകല വിഷയങ്ങളിൽ നിന്നും സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്നാണ്. ഹല്ലേലൂയ. ഈ 34 സങ്കീർത്തനം തുടക്കം മുതൽ അവസാനം വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന് എത്ര ആനന്ദം തരുന്നതാ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. 5-ാം വാക്യമാ. ആമേൻ. ഞാൻ ഈ വായിച്ചത് അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. 10-ാം വാക്യം, ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. ആമേൻ. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല. 18-ാം വാക്യം, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. ഒത്തിരി സന്തോഷം ഈ വാക്യങ്ങൾ കടന്നു വന്നത് പ്രിയപ്പെട്ട എനിക്കും കൂടെയാ. കാരണം ഒത്തിരി, ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് ഭാരപ്പെട്ടും പ്രയാസപ്പെട്ടും നമ്മുടെ ഓരോ നിമിഷങ്ങളും കടന്നു പോകുന്നത്. നമ്മളെല്ലാ വിഷയങ്ങൾക്കും ഭാരപ്പെടുന്നവരല്ലേ? സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളാൽ, ഞെരുക്കങ്ങളാൽ, മറ്റുള്ളവരുടെ പരിഹാസം, നിന്നയാൽ, രോഗത്താൽ, ആമേൻ, സാമ്പത്തിക പ്രതിസന്ധി, കടഭാരം, അങ്ങനെ അനേക വിഷയങ്ങൾ നമ്മളെ ഞെരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ സഹായിപ്പാൻ കഴിയാത്ത മനുഷ്യപുത്രന്മാരിൽ ആശ്രയിക്കരുത്. ആമേൻ. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാ. ആമേൻ സ്തോത്രം. നമ്മുടെ ആശ്രയം, നമ്മുടെ നോട്ടം, നമ്മുടെ കരച്ചിൽ കർത്താവിങ്കിലാകട്ടെ. പ്രൈസ് ദി ലോർഡ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹല്ലേലൂയ.